പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഒരു ലൈവുമായി വരാനുള്ള കാരണം, യേശുക്രിസ്തു ജനിച്ചു എന്നും യേശുക്രിസ്തു മരിച്ചു എന്നും ബൈബിൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം ജനിക്കുകയോ ദൈവം മരിക്കുകയോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ജനനമെന്നും എന്താണ് മരണമെന്നും നോക്കാം. ലോകമെല്ലാം പഠിപ്പിക്കുന്നു യേശുക്രിസ്തു രണ്ടാമതൊരു വ്യക്തി എന്ന് തന്നെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് മൂന്നാമതൊരു വ്യക്തി എന്ന് പഠിപ്പിക്കുന്നു. യഹോവയെ ദൈവം ഒന്നാമത്തെ വ്യക്തി എന്ന് പഠിപ്പിക്കുന്നു. ദയവായി ഇതിലാരും വിളിക്കരുത്. ആരോ വിളിക്കുന്നുണ്ട്. നെറ്റ് കട്ടായി ഇപ്പോൾ. ദയവായി ഇതിലാരും വിളിക്കരുത്. അപ്പോൾ യഹോവയെ ദൈവം ജനിച്ചു, യഹോവയെ ദൈവം മരിച്ചു എന്ന് കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കിന്ന് ചില വിഷയങ്ങൾ നോക്കാം. ഒന്നാമത്, യേശുക്രിസ്തു ജനിച്ചു എന്ന് ബൈബിളിൽ പറയുന്നത് ലൂക്കോസ് സുവിശേഷം 1:31. ബൈബിളിൽ നിന്ന് ആദ്യം കുറച്ച് വചനങ്ങൾ നോക്കാം. അവിടെ പറയുന്നത്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. രണ്ടാമത് വേറൊരു വാക്യം മത്തായി സുവിശേഷം 1:20 പറയുന്നു. അവിടെ 1:20 ദാവീദിൻ്റെ സന്തതിയായ അല്ലെങ്കിൽ ദാവീദിൻ്റെ മകനായ യോസേഫെ എന്നാണ് വിളിക്കുന്നത്. അത് ദാവീദിൻ്റെ മകനായത് അത് എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞതെന്ന് നമുക്ക് ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നോക്കാം. യേശുക്രിസ്തു ദാവീദ് പുത്രനാണ്, മനുഷ്യപുത്രനാണ്, ദൈവപുത്രനാണ്. ഇത് മൂന്ന് തരം ശുശ്രൂഷയാണ്. ഇപ്പോൾ യേശുക്രിസ്തു രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നവർ ഇതിപ്പോൾ 3 ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ യേശു 3 ഉണ്ടെന്ന് പറയേണ്ടി വരും. ദാവീദിൻ്റെ പുത്രൻ എന്ന ഒരു ശുശ്രൂഷയുണ്ട്, മനുഷ്യപുത്രൻ എന്നൊരു ശുശ്രൂഷയുണ്ട്, ദൈവപുത്രൻ എന്ന ശുശ്രൂഷയുണ്ട്. അപ്പോൾ മത്തായി 1:20 പറയുന്നത് ദാവീദിൻ്റെ മകനായ യോസേഫിനോട് പറയാണ്. 21 അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കും. അപ്പോൾ യേശു എന്ന് പേർ വിളിക്കും. ഈ വചനപ്രകാരം എല്ലാവരും വിശ്വസിക്കുന്നു യേശു ഒരു സൃഷ്ടിയാണ് എന്ന്. നോക്കൂ, യേശുക്രിസ്തു സൃഷ്ടിയല്ല. ഇവിടെ എന്താണ് സൃഷ്ടി എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ രണ്ടാമത്തെ വ്യക്തി എന്നും യേശുക്രിസ്തു ജനിച്ചു, കന്യകയിൽ ജനിച്ചു, ശിശുവായി വളർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ഈ യേശു ജീവിച്ചിരിക്കുന്ന സമയത്ത് യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ഈ പരീശന്മാർ, ശാസ്ത്രിമാർ, സന്നിധി സംഘം, സദൂക്യർ, നിയമപാലകർ ഇവരുടെ അടുത്തൊക്കെ ധാരാളം സംസാരിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായില്ല ഇത് മശിഹയാണെന്ന്. മശിഹ എന്നാൽ രക്ഷകൻ. ആരാണ്? യഹോവ രക്ഷകൻ. തങ്ങളുടെ ദൈവമായ യഹോവ തന്നെയാണ് ഈ ശരീരധാരിയായി വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ ഈ ജനിച്ചു മരിച്ചു എന്ന് പറയുന്ന ഈ യേശു തന്നെ അവരോട് സംസാരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായം 58-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. യേശു പറയണം, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട്. നോക്കൂ, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട്, ഈ യേശുക്രിസ്തു. അപ്പോൾ അബ്രഹാമിന് മുൻപേ ഉണ്ട് എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ ലോകം ജനിച്ചതായും ഒരു ശിശുവായും കാണുന്നു. അപ്പോൾ തന്നെ ഒരു വചനം കൂടെ നോക്കാം. 1 കൊരിന്ത്യർ 10:1 മുതൽ 4 വരെ 1 കൊരിന്ത്യർ 10:1 മുതൽ 4 വരെ പറയുന്നു, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ, മോശയുടെ പിന്നാലെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ, അവർ ഭക്ഷിച്ച ആത്മീയ ആഹാരവും അവർ കുടിച്ച ആത്മീയ പാനവും ക്രിസ്തുവിൽ നിന്നായിരുന്നു. ഒരു പാറ, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തു കന്യകയിൽ ജനിച്ചു എന്ന് പറയുന്നവർ ഈ വചനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അതിൻ്റെ ആത്മീക വെളിപ്പാടാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പം മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം വിടുവിച്ച് കൊണ്ടുവന്ന ആ ജനത്തെ വഴി നടത്തിയത്, അവർക്ക് ആഹാരം, ആത്മീയമായി ആഹാരം നൽകിയത് ഈ ക്രിസ്തു എന്ന് പറയുന്നു. രണ്ട് ക്രിസ്തുവില്ല. ശിഷ്യന്മാരുടെ അടുത്ത് യേശു ചോദിച്ചു, ലോകം എന്നെ പലതും പറയുന്നു, ബേൽസബൂലെന്ന്, മറിയയുടെ പുത്രൻ, തച്ചൻ്റെ മകൻ എന്നൊക്കെ പറയുന്നു. പക്ഷേ ലോകം എന്ന് പറയുന്നു എന്നതല്ല ഞാൻ കാര്യമാക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്നത് പിതാവ് ആകർഷിച്ച് പുത്രൻ്റെ അടുക്കിലേക്ക് വന്ന ശിഷ്യന്മാരാണ്. അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? പത്രോസ് അവിടെ സംസാരിച്ചത് നീ ക്രിസ്തു എന്നാ. അപ്പോഴേക്ക് യേശു പറയുന്നു, ബെറിയോനോ ശീമോനെ, ജഡരക്തങ്ങളല്ല, അതായത് മാനുഷിക ഉപദേശമല്ല, ഇത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് തന്നെ, അതായത് ദൈവം തന്നെയാണ് നിന്നെ ഇത് അറിയിച്ചതെന്ന്. അപ്പോൾ ഈ യേശുക്രിസ്തു തന്നെയാണ് ക്രിസ്തു എന്ന് ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ട്. അപ്പോൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തിൻ്റെ അവർക്ക് ആത്മീകമായ ആഹാരം കൊടുത്ത ക്രിസ്തു വേറെയാണെന്ന് പറയാൻ പറ്റില്ല. അത് ക്രിസ്തു തന്നെയാണ്, അത് ദൈവം തന്നെയാണ്. അപ്പോൾ പഴയ നിയമകാലം മുതൽ ഉണ്ടായിരുന്നു. ഇനി ലൂക്കോസ് 24 അധ്യായത്തിൽ യേശു പറയുന്നു, മോശയുടെ പുസ്തകങ്ങൾ, സങ്കീർത്തന പുസ്തകം, പ്രവാചക പുസ്തകം. അപ്പോൾ തന്നെ അവിടെ ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുണ്ട്. ന്യായപ്രമാണത്തിൽ കൂടുതൽ അധികമായി പറയുന്നത് ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കരുത്, നിങ്ങളുടെ ദൈവമായ യഹോവ തീക്ഷ്ണതയുള്ള ദൈവം, അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്, ആരാധിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പാപവും ശാപവും ഒക്കെയും പറയുന്നു. അപ്പോൾ അവിടെ ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ചെന്ന് വെച്ചാൽ യഹോവയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. തൻ്റെ ദൈവമായ യഹോവയെ അല്ലാതെ മറ്റൊന്നിനെ, വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. സങ്കീർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞ് തൊണ്ടയുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും ശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവത്തെ അല്ല, ദൈവങ്ങൾ എന്ന് പറയുന്ന അങ്ങനെയുള്ളതിനല്ല, യഹോവയായ ദൈവത്തെയാണ് ആരാധിക്കാൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു സാക്ഷി നിന്ന് പറയുന്നു, മോശയുടെ ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യം മുതലേ ഈ യേശുക്രിസ്തു അവിടെ ഉണ്ട്, ഈ യഹോവയായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞു വരുമ്പോൾ ഇന്ന് ജനമെല്ലാം പറയുന്നു യേശുക്രിസ്തു ജനിച്ചു, മരിച്ചു എന്ന്. ഇനി ഒരു വാക്യം കൂടെ നോക്കാം. അതെ, നമ്മൾ നോക്കി യോഹന്നാൻ 8:58 ഈ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന്. അപ്പോൾ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന യേശുക്രിസ്തു എങ്ങനെയാണ് ഇവിടെ ജനിച്ച് വന്നത്, ഒരു ശിശുവായി വന്നത്, രണ്ടാമതൊരു വ്യക്തിയായത് എന്ന് ലോകം പഠിപ്പിക്കുന്നതാണ്. നോക്കൂ, യേശുക്രിസ്തു ഒരിക്കലും രണ്ടാമത്തെ വ്യക്തിയല്ല. യേശുക്രിസ്തു ആദ്യം മുതൽ ഉണ്ടായിരുന്ന യഹോവയായ ദൈവം തന്നെ എന്നാണ് യേശുക്രിസ്തു സാക്ഷി തന്നിരിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തിന് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്ത ദൈവമാണ്. ആ ദൈവം ആത്മീകമായി അവർക്ക് സ്വർഗത്തിൻ്റെ മന്ന, ദൈവം ആത്മീകമായി നിൽക്കുമ്പോൾ തന്നെ അവർക്ക് സ്വർഗത്തിൻ്റെ മന്ന കൊടുത്തു. ഇനി അവർക്ക് ആത്മീകമായ മന്ന കൊടുത്തത് മോശയിലൂടെയാണ്. മോശയെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ആ ജനത്തിന് ആത്മീകമായ ആഹാരം കൊടുത്തത് മോശയിലൂടെയാണ് കൊടുത്തത് ദൈവം. പക്ഷേ പിന്നത്തേൽ പറയുന്നു ആ ആത്മീക മന്ന അവർ ഭക്ഷിച്ചത് അത് ക്രിസ്തു എന്ന പാറമേൽ നിന്നാകുന്നു, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആ യേശു ക്രിസ്തുവിനെയാണ് ഇവിടെ ലോകം ജനിച്ചു എന്ന് പറയുന്നത്. നോക്കാം, ജനനം എന്ന് ഇവിടെ ജനിച്ചു എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുക. അവിടെ വളരെ വ്യക്തമായി പറയുന്നു. 1 യോഹന്നാൻ 4:2 പറയുന്നു, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന്. 1 യോഹന്നാൻ 4:2. അപ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന ആത്മാക്കളാണ് ദൈവത്തിൻ്റെ ആത്മാവുള്ളത്. സോറി, വചനം ഒന്ന് എടുത്തോട്ടെ. ഇങ്ങനെ പറയുന്നു, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത ആത്മാവ് ഒക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അതായത് യേശുക്രിസ്തു ആദ്യമേ ഉണ്ട്. ഈ മോശയുടെ പിന്നാലെ, അല്ലെങ്കിൽ മോശയുടെ കൂടെ ഉള്ളവർക്ക് മന്ന കൊടുത്ത, ന്യായപ്രമാണത്തിൽ പറഞ്ഞ യഹോവ തീക്ഷ്ണതയുള്ള ദൈവം, ഈ യേശു ആ കാലത്ത് മോശയ്ക്ക് ആദ്യം ഞാനാകുന്നവൻ ഞാൻ എന്ന് അറിയിച്ചു കൊടുത്തു. അതിനുശേഷം യഹോവ എന്ന് അറിയിച്ചു കൊടുത്തു. പിന്നെ ഏലോഹിം എന്ന് അറിയിച്ചു ശരീരധാരി വന്നപ്പോൾ. ഇപ്പോൾ ഇവിടെ ആ ആത്മാവായ ദൈവം, അതാണ് യേശുക്രിസ്തു. ആത്മാവായ ദൈവം
ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവാത്മാവുള്ളവർ. നോക്കൂ, ഇന്ന് ഭൂമി മുഴുവൻ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ജനിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ പറയുന്നത് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്നാണ്. അപ്പോൾ 1 തിമോത്തി 3:16 പറയുന്നു, ഗോഡ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്, ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ടതെന്ന്. നോക്കൂ, 1 തിമോത്തി 3:16 ഒരു ജഡത്തെക്കുറിച്ച് പറയുന്നു. 1 യോഹന്നാൻ 4:2 ഒരു ജഡത്തെക്കുറിച്ച് പറയുന്നു. ഈ ജഡം എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഈ ജഡത്തിലേക്ക് വന്നത് ഒരു സ്ഥലത്ത് 1 തിമോത്തി 3:16 പറയുന്നു ദൈവമാണ് ജഡത്തിൽ വന്നത്. 1 യോഹന്നാൻ 4:2 പറയുന്നു യേശുക്രിസ്തുവാണ് ജഡത്തിൽ വന്നത്. ഈ യേശുക്രിസ്തുവാണ് ആത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ പിതാവിൻ്റെ സ്ഥാനത്ത് അറിയപ്പെട്ടതാണ് യഹോവയായ ദൈവം. പുത്രൻ്റെ സ്ഥാനത്ത് അറിയപ്പെട്ടതാണ് കർത്താവായ യേശുക്രിസ്തു. പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് അറിയപ്പെട്ടതാണ് ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്. ഇത് മൂന്നല്ല, ഒരു ദൈവത്തിൻ്റെ 3 പ്രവർത്തന രീതി, പ്രവർത്തന മേഖലയാണ്. ഇത് ഒന്ന് മാത്രമേ ശരീരധാരിയായി വന്നുള്ളൂ, ബാക്കി രണ്ടും ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. യഹോവയായ ദൈവം പ്രവർത്തിച്ചത് മുഴുവൻ ആത്മാവായി നിന്നുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതും പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത് പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീകമായാണ്. എന്നാൽ ഇവിടെ മനുഷ്യപുത്രനായിട്ട് ഇറങ്ങി വന്നത് അപ്പോൾ ഒരു ശരീരമെടുത്ത് ആ ജഡശരീരത്തിലാണ് യേശുക്രിസ്തു വന്നത്. ഇനി ആ ജഡശരീരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ജഡമാണ് കന്യകയിൽ നിന്നെടുത്തത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാംസകോശം അല്ലെങ്കിൽ ഒരു രക്തകോശം അവരുടെ ശരീരത്തിൽ ഉളവായി. ഗബ്രിയേൽ ദൂതൻ വഴിയായി ദൈവത്തിൻ്റെ അരുളപ്പാടോടുകൂടി ഒരു വചനത്താൽ ഒരു ശരീരത്തെ അല്ലെങ്കിൽ ഒരു മാംസത്തെ, ഒരു ജഡത്തെ ആ കന്യകയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചു. ഇതാണ് യോഹന്നാൻ 1:14 പറയുന്നത്, വചനം ജഡമായി തീർന്നു. വചനം ദൈവമാകുന്നു. എന്തുകൊണ്ട്? വചനം ദൈവത്തോടു കൂടെയാണ്, ദൈവത്തിൻ്റെ ചിന്തയാണ്, ദൈവത്തിൻ്റെ ആശയം, ദൈവത്തിൻ്റെ ഇഷ്ടം, അതാണ് വചനം. അത് ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അത് ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പം ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഒരു ഇഷ്ടം, ഒരു ചിന്ത, അത് ദൈവം സംസാരിച്ചപ്പോൾ അത് വചനമായി. ദൈവം തന്നെ എഴുതിയപ്പോൾ അത് വചനമായി. ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരിലൂടെ സംസാരിച്ചപ്പോഴും അവരിലൂടെ എഴുതിയപ്പോഴും ദൈവം തന്നെ കൽപ്പന കൊണ്ട് വിരലുകൊണ്ട് എഴുതിയപ്പോഴും അത് ദൈവവചനമായി. മേനെ തെക്കേ ഊഫർ എന്ന് എഴുതിയപ്പോഴും അത് ദൈവവചനമായി. അപ്പോൾ ഈ ദൈവവചനം ഗബ്രിയേൽ ദൂതനെ അറിയിച്ചു. ഗബ്രിയേൽ ദൂതൻ ഭൂമിയിലേക്ക് വന്ന് കന്യാമറിയത്തിൻ്റെ അടുക്കൽ വന്ന് നിന്നിട്ട് സംസാരിക്കുമ്പോൾ ആ വചനം മറിയയുടെ ഉള്ളിൽ മാംസം ധരിക്കുകയാണ്. പുരുഷ ബീജത്താലല്ല, കെടുന്ന ബീജത്താലല്ല, കെടാത്തത് നിലനിൽക്കുന്നതുമായ ബീജം, അതാണ് വചനം, ദൈവവചനം. ദൈവവചനത്താൽ കന്യകയിൽ ഒരു ശരീരമാണ് ഉളവായത്, ഒരു ജഡം. ആ ജഡത്തെയാണ് മകൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുത്രൻ എന്ന് ദൈവം നമുക്കിവിടെ അറിയിക്കുന്നത്. അപ്പം പുത്രൻ അല്ലെങ്കിൽ മകൻ എന്ന് പറയുന്നത് ശരീരത്തെയാണ്. എന്താ? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. വചനത്താൽ ഉളവാക്കിയ ശരീരത്തെയാണ് പുത്രൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജഡം എന്ന് പറയുന്നത്. ഈ പുത്രൻ എന്നത് വ്യക്തിയല്ല, ജഡം. അങ്ങനെയെങ്കിൽ ജഡം വ്യക്തിയാവണം. ഭൂമിയിലെ എല്ലാ സഭകളും പുത്രനെ രണ്ടാമത്തെ വ്യക്തിയാക്കി. ഇതാ ഞാൻ പറഞ്ഞ പിശാച് മുഴു ലോകത്തെയും ചതിച്ചിരിക്കുന്നു. പിശാച് ഇവർക്ക് ഇങ്ങനെ രണ്ടാമത്തെ വ്യക്തി എന്നും മൂന്നാമത്തെ വ്യക്തി എന്നാക്കിയിരിക്കുന്നു. പഴയ നിയമം മുതലേ പറയുന്ന ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ ഞാൻ തന്നെ ആദ്യനും അന്ത്യനും, എനിക്ക് മുൻപായ ഒരു ദൈവമില്ല, എനിക്ക് പിൻപായ ഒരു ദൈവമില്ല, എനിക്ക് സമാനായും ആരുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ തന്നെയാണ് യേശുക്രിസ്തു എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ യഹോവയായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു എന്ന് പറയുന്ന വചനമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മലാഖി പ്രവചനത്തിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നോക്കിയാൽ അവിടെ അറിയാം, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കുമെന്നാണ് ബൈബിൾ. പഴയ നിയമത്തിലെ അവസാന പുസ്തകത്തിൽ പറയുന്നു, മലാഖി 4:5, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അവൻ വന്ന് അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് നിരക്കും. ആ സംഭവം അവിടെ ഇരിക്കട്ടെ. യഹോവയായ ദൈവം അല്ല യേശുക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നെങ്കിൽ 1 യോഹന്നാൻ 4:2 പറയുന്ന പ്രകാരം യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്നല്ല ഇവർ വിശ്വസിക്കുന്നത്, അത് വേറെ ഒരു വ്യക്തി എന്നാ. നോക്കൂ,
യഹോവയുടെ വരവിന് മുൻപാണ് ഏലിയാവിൻ്റെ ആത്മാവുമായി, അല്ലെങ്കിൽ ഏലിയ പ്രവാചകൻ അയക്കുമെന്ന് പറയുന്നത്. ഏലിയ പ്രവാചകൻ അയക്കും. ഈ ഏലിയ പ്രവാചകനായിട്ട് വന്നത് ആരാണെന്ന് നമുക്ക് വ്യക്തമാണ്. അത് ലൂക്കോസ് 1:14-15 മുതൽ വായിച്ചാൽ നമുക്കറിയാം. അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകനാണ് ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി വന്നത്. ദയവായി ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. ദയവായി നിങ്ങൾ കേൾക്കുക, കേട്ട ശേഷം ചോദിക്കൂ, അതിനുള്ള മറുപടി പറയാം. അപ്പോൾ തന്നെ ചോദിക്കേണ്ടത് ഈ കാലത്തിൻ്റെ ദൈവിക വെളിപ്പാടിനാൽ ചോദിക്കണം. പഴയ വചനം അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞു വന്നപ്പോൾ യേശുക്രിസ്തു വന്നപ്പോൾ യേശുക്രിസ്തുവിനെ കേൾക്കണമെന്ന് യഹോവ ദൈവം പറഞ്ഞിരുന്ന ആ വചനം നിലനിൽക്കെ അവർ പഴയ വചന പ്രകാരം പറഞ്ഞു, ഞങ്ങൾക്കൊരു ദൈവമേ ഉള്ളൂ, അത് യഹോവൻ ദൈവം, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, അത് അബ്രഹാം പിതാവ് എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളായിരുന്നുവെങ്കിൽ അബ്രഹാം എന്നെ ദൂഷിച്ചില്ല, നിങ്ങളോ എന്നെ ദൂഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളല്ല, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ എന്നവിടെ യേശു പറഞ്ഞു. അപ്പോൾ അവർക്കാണ് കാലത്തിൻ്റെ ദൈവിക വചനം അല്ലെങ്കിൽ വെളിപ്പാട് ഗ്രഹിക്കാത്തത്. അപ്പോൾ ഞാനീ പറയുന്നത്, ഈ കാലത്ത് ദൈവം ഒന്ന്, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ എന്ന് 3 വ്യക്തികളാക്കി പിന്നെ 3 വ്യക്തിയെയും ചേർത്ത് ഒരു വ്യക്തി അത് ദൈവമെന്ന് പഠിപ്പിക്കുന്ന വികലമായ പൈശാചിക പഠിപ്പിക്കലിന് എതിരെ ദൈവത്തിൻ്റെ വെളിപ്പാടോടുകൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അതിനെ ഖണ്ഡിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ കാലത്തിൻ്റെ വചനവുമായിട്ട് അല്ലെങ്കിൽ ഈ കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വെളിപ്പാടുമായിട്ടാണ് ദയവായി നിങ്ങൾ വരാൻ. അല്ലാതുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ഓർമ്മപ്പെടുത്താം. അത് ഏതാണ്, എവിടെയാണ്, ഈ കാലത്തിൻ്റെ വെളിപ്പാടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നല്ല ഞാൻ ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ ദയവായി കേൾക്കുക. ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ചോദിക്കാനുള്ളത്, സ്തോത്രം, ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കാം. താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരിക. ഇത് കേൾക്കണം. അവർ ഇത് കേൾക്കാതെ വീണ്ടും ഒന്നാമത് മുതലേ ചോദിച്ച് വീണ്ടും വീണ്ടും പറയിപ്പിക്കുകയല്ല. ഇത് കേട്ട ശേഷം ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകൻ അയക്കുമെന്ന് പറഞ്ഞാൽ, ഈ ഏലിയ പ്രവാചകൻ്റെ ആത്മാവുമായി വന്നത് യോഹന്നാൻ സ്നാപകൻ എന്ന് വളരെ വ്യക്തമായി ലൂക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ യോഹന്നാൻ സ്നാപകൻ വന്ന് വഴിയൊരുക്കുന്നത് ആർക്കാണ് എന്ന്, അല്ലെങ്കിൽ ഏലിയ പ്രവാചകൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ഈ ഏലിയാവിൻ്റെ ആത്മാവ് വന്ന് വഴി നിരത്തുന്ന ആർക്കാണെന്ന് യെശയ്യാ പ്രവാചകൻ 40:3 വായിച്ചു നോക്കുക. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, മശിഹായ്ക്ക് വഴിയൊരുക്കുന്നവനാ. അപ്പം മശിഹായ്ക്ക് വഴിയൊരുക്കുന്നവൻ വളഞ്ഞതിനെ നേരാക്കിയും കുണ്ടും ഉയർന്നതിനെ താഴ്ന്നതിനെ ഉയർന്നു. അതായത് പല തരത്തിലുള്ള വിശ്വാസത്തിൽ നിൽക്കുന്ന സഭകൾ അല്ലെങ്കിൽ മനുഷ്യർ ഇവരുടെ വിശ്വാസത്തെയൊക്കെ വളഞ്ഞതിനെ ചൊവ്വാക്കുക എന്നതും താഴ്ന്നു നിൽക്കുന്നതും ഉയർന്നു നിൽക്കുന്നതും ഇന്നത്തെ സഭാ പാരമ്പര്യവും കുലവും ഗോത്രവും മഹിമയും പാരമ്പര്യം പറഞ്ഞത് വ്യത്യസ്തമായി ഉയർന്ന സഭ താഴ്ന്ന സഭ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന, അന്ന് ഇങ്ങനെ നിന്നതിനെ ഇന്നും അങ്ങനെ നിൽക്കുന്നതിനെ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് യോഹന്നാൻ സ്നാപകനെ അയച്ചത്. അങ്ങനെ വ്യത്യസ്തമായ വിശ്വാസത്തിൽ നിന്ന ഒരുവനെ വിളിച്ച് ദൈവം നിരപ്പിക്കുന്ന ശുശ്രൂഷ നിരന്നവർ മാത്രമാണ് അന്ന് സ്നാനമേറ്റതും അവരാണ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കാം, മശിഹയെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് കൂടിയതും. അപ്പോൾ ആ യോഹന്നാൻ സ്നാപകൻ വന്ന് പറഞ്ഞ ശേഷം വന്നത് കർത്താവായ യേശുക്രിസ്തു. ഇനി ബൈബിൾ വ്യക്തമായി പറയുന്ന ഈ കാര്യം ഇല്ലെങ്കിൽ അവിടെ യഹോവ വന്നിരിക്കണം. യഹോവയല്ല വന്നത്, യേശുക്രിസ്തുവിന് വഴി നിരത്തുവാനാണ്. അതാ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, വരുവാനുള്ളവൻ നീ തന്നെയാണോ? അത് യോഹന്നാൻ സ്നാപകൻ ജയിലിലായപ്പോൾ വിടുതൽക്കാരനാണ്. അവൻ ജയിലിലായിട്ട് വിടുവിക്കാൻ വന്നില്ല. അപ്പോൾ അവന് സംശയമുണ്ടായി. അതുകൊണ്ട് എഴുത്ത് കൊടുത്ത് ചോദിച്ചത്, വരുവാനുള്ളവൻ നീ തന്നെയാണോ അതോ ഞങ്ങൾ വേറെ പ്രതീക്ഷിക്കണമോ? അപ്പോൾ വരുവാനുള്ളവൻ ഈ യേശുക്രിസ്തു തന്നെയാണ്. ആ യേശുക്രിസ്തുവിന് മുൻപാണ് യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കിയത്. അതുകൊണ്ട് മനസ്സിലാക്കാം യോഹന്നാൻ സ്നാപകൻ വന്നതിന് ശേഷം വന്നത് യഹോവയായ ദൈവം. എന്നാൽ പഴയ നിയമത്തിൽ മുഴുവൻ ഇമ്മാനുവേൽ എന്നും മശിഹ എന്നും പറഞ്ഞിരുന്നു. ഇവിടെ വന്നപ്പോഴോ യേശുക്രിസ്തു അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു. ലൂക്കോസ് 2:11 പറയുന്നത്, കർത്താവായ ക്രിസ്തു നിങ്ങൾക്കിന്ന് ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഒരിടത്ത് പറയുന്നു, അവൻ തൻ്റെ ജനത്തെ തൻ്റെ പാപങ്ങളുടെ മോചനത്തിൽ വീണ്ടും മോചിപ്പാൻ ഇരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ കർത്താവായ യേശു, ക്രിസ്തുവായ യേശു എന്ന് പറയുന്നു, യേശു ക്രിസ്തു എന്ന് പറയുന്നു, ക്രിസ്തു എന്ന് പറയുന്നു. ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ആ സമയത്ത് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം അല്ലെങ്കിൽ ദൂതൻ മുഖാന്തരം അരുളി ചെയ്യുകയാണ്, ഈ വരാനിരിക്കുന്ന മശിഹ എന്ന യഹോവ തന്നെയാണ് യേശു ക്രിസ്തു. ഇത് വിശ്വസിക്കുന്നവൻ വെളിപ്പാട്, ഇതേ ആത്മാവ്
ഈ ദൈവാത്മാവ് ഉള്ളവർക്ക് മാത്രമേ ഈ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് യഹോവ എന്ന് വിശ്വസിക്കാൻ കഴിയുകയും അവർ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുമുള്ളൂ. ഇതാണ് റോമർ 10:9 പറയുന്നത്. യേശു തന്നെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. രണ്ട് കർത്താവില്ല. എഫേസ്യർ ലേഖനം 4:5 വായിച്ചു നോക്കുക. ഒരു കർത്താവ്, ഒരു ആത്മാവ്, അതാണ് യഹോവയായ ദൈവം എന്ന ആത്മാവ് തന്നെ. യോഹന്നാൻ 4:24 പറയുന്നു ദൈവം ആത്മാവാകുന്നു. 1 കൊരിന്ത്യർ 3:17 അവിടെ പറയുന്നത് കർത്താവ് ആത്മാവാകുന്നു. ഈ കർത്താവ് അതാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു ആത്മാവെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആത്മാവായ യേശുക്രിസ്തു ജഡത്തിൽ വന്നതാണ്. അതാരാണ്? യഹോവയായ ദൈവം. പഴയ നിയമത്ത് പാപത്താൽ നിറഞ്ഞിരുന്ന ജനത്തിൻ്റെ പാപത്താൽ മോചനം പ്രാപിക്കുന്നതിന്, പാപം വഹിക്കുന്നതിനും, പാപത്തിൻ്റെ ശിക്ഷ ഏൽക്കുന്നതിനും, പാപത്തിൻ്റെ പരിഹാരമായ രക്തം ചീന്തുന്നതിനും, പാപപരിഹാര മാർഗമായ മരണം സ്വീകരിക്കുന്നതിനും ഒരു ശരീരം ആവശ്യമാണ്. ആ ശരീരം പാപമില്ലാത്തതായിരിക്കണം. അങ്ങനെ പാപമില്ലാത്തതായ ഒരു ശരീരത്തെയാണ് കന്യകയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്താൽ ഉളവാക്കിയത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത്. ആ ജഡം എന്ന ശരീരത്തെയാണ് ദൈവം നമുക്ക് പുത്രൻ എന്ന് വെളിപ്പെടുത്തിയത്. ഈ പുത്രൻ എന്ന ജഡത്തിൽ, ഈ ശരീരത്തിലേക്ക് വന്നത് യേശു ക്രിസ്തു. അതാണോ പിതാവ് നോക്കൂ. യേശു, പലരും ചോദിക്കുന്നു, യേശു തന്നെ പിതാവ് എന്നുള്ള വചനം ഒന്ന് കാണിച്ചു തരൂ. നോക്ക്, യേശു തന്നെയാണ് ക്രിസ്തു എന്ന് ഏത് വചനം നോക്കിയിട്ടാണ് പത്രോസ് പറഞ്ഞത്? ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ വഴി നടത്തുന്നവർക്ക് വചനം ഒരുപക്ഷെ കണ്ടില്ല എങ്കിലും അവരുടെ ഹൃദയത്തിനകത്ത് ദൈവം സംസാരിക്കും. മണവാട്ടിമാർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനാലാണ് വചനം ഗ്രഹിക്കുന്നത്. ഇല്ലാതെ ഉള്ളവർ വചനം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. പത്രോസ് എവിടെയെങ്കിലും വചനം അന്വേഷിച്ചോ? ഞാൻ വചനത്തിലുണ്ടോ നോക്കട്ടെ എന്നും പറഞ്ഞില്ല. ദൈവം സംസാരിച്ചു കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് മനസ്സിലാക്കാം യഹോവയായ ദൈവം. നോക്കൂ, യഹോവ രക്ഷകൻ. രണ്ട് രക്ഷകനില്ല. ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല എന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ യേശു രണ്ടാമത്തവനെങ്കിൽ യഹോവയുടെ വാക്ക് തെറ്റിപ്പോയില്ലേ? അപ്പോൾ സാത്താൻ മുഴു ലോകത്തെയും തെറ്റിച്ച് കോടാനുകോടി ജനത്തെ പുരോഹിതന്മാരായി ബൈബിൾ കോളേജ് വഴിയായി പഠിപ്പിച്ച് അവരുടെ പുരോഹിതന്മാർ അനേകം പേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരും വിശ്വസിക്കുന്നു ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു. എന്നാൽ യേശു ക്രിസ്തു രണ്ടാമത്തനാകുന്നു. എന്നാൽ മൂന്നാമത് പരിശുദ്ധാത്മനാക്കി. പിന്നെ ഈ മൂന്നിനെയും കൂടെ ചേർത്തിട്ടാണ് അവർ പറയുന്നത് സർവശക്തനായ ദൈവം. ഇത് മൂന്നും കൂടെ ചേർന്നാലേ സർവശക്തനാവുകയുള്ളൂ. അപ്പോൾ പിന്നെ ഒമ്നിപ്പൊട്ടൻ നിലനിൽപ്പിന് മറ്റൊന്നിൻ്റെ ആശ്രയമില്ലാത്തവൻ. ശൂന്യതയിൽ സിംഹാസനം പണിഞ്ഞിരിക്കാം, സിംഹാസനമില്ലാതിരിക്കാം. ഇതാണ് ദൈവം. അപ്പോൾ ഈ യഹോവയായ ദൈവം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യഹോവയായ കർത്താവ് അല്ലെങ്കിൽ ദൈവമായ കർത്താവ് തന്നെയാണ് യേശു എന്ന കർത്താവ് എന്ന് വിശ്വസിക്കുന്നവനാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വരികൾ തരൂ എന്ന് പറയുന്ന ഇവർ ഒന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? അവർ ഇതിനനുകൂലിക്കോ? ഇല്ല. അപ്പോൾ ഹൃദയത്തിൽ വെളിപ്പെടുന്ന വ്യക്തികൾ ഒരു കാര്യം ചെയ്യുക. ഈ ജഡത്തിൽ വന്നത് യേശു ക്രിസ്തു എന്ന് ഒരിടത്ത് പറയുകയും ജഡത്തിൽ വന്നത് ദൈവമെന്ന് മറ്റൊരിടത്ത് പറയുകയും ചെയ്യുന്നെങ്കിൽ ഈ ജഡം ആണ് പുത്രൻ കന്യകയിൽ നിന്നെടുത്തത്. ഈ കന്യകയിൽ നിന്നെടുത്ത ഈ പുറത്തേക്ക് വന്ന ഈ ശരീരത്തിലേക്കാണ് യേശു ക്രിസ്തു എന്ന ആത്മാവ് വന്നത് എന്ന് വിശ്വസിക്കുന്നവനാണ് ദൈവാത്മാവുള്ളവൻ. അങ്ങനെ വിശ്വസിക്കാതെ പുത്രൻ രണ്ടാമതൊരു വ്യക്തിയാണ്, സെപ്പറേറ്റഡ്, വേർപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. എന്ന് വെച്ചാൽ എന്താ? അവൻ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ, അവൻ എന്നാൽ ഒരു വ്യക്തി എന്ന് അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യെശയ്യാ പ്രവാചകൻ 44 അവിടെ പറയുന്നു യഹോവ പറയും വേറെ ഒരു ദൈവമില്ല, വിഗ്രഹത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ യഹോവ തന്നെ പറയുന്നു അവൻ തീഷ്ണതയുള്ള ദൈവം. എന്തേ അവൻ എന്ന് യഹോവ പറഞ്ഞിരിക്കുന്നു? നിന്റെ ദൈവമായ യഹോവ തീഷ്ണതയുള്ള ദൈവം, വേറൊരു വിഗ്രഹത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നു അവൻ തീഷ്ണതയുള്ള ദൈവം. അപ്പോൾ യഹോവ തന്നെ യഹോവയെ അവൻ എന്ന് വിളിച്ചതുകൊണ്ട് അവൻ ഒരു വ്യക്തിയായ അത് എന്താ വേറെ വ്യക്തിയായോ? രണ്ട് ദൈവമായോ? ഇല്ലല്ലോ. അതുപോലെ യേശുക്രിസ്തു യോഹന്നാൻ ലൂക്കോസ് സുവിശേഷം 24:46 പറയുന്നുണ്ട് ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ. നോക്കൂ, യേശുക്രിസ്തു തന്നെ യേശുക്രിസ്തുവിനെ അവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് വ്യക്തിയാകില്ല. അപ്പോൾ കന്യകയിൽ നിന്ന് ജനിച്ച പുത്രനെ അവൻ എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു വ്യക്തി എന്ന് കാണുന്നു എങ്കിൽ ഇവിടെ യഹോവയെ വേറൊരു വ്യക്തി, രണ്ട് ദൈവം ഉണ്ടെന്ന് പറയേണ്ടി വരും. യഹോവ തന്നെ രണ്ടുണ്ടെന്ന് പറയേണ്ടി വരും.
അപ്പോൾ കാൽവരി ക്രൂശിൽ മരിച്ച അവൻ്റെ നാമത്തിൽ പറയുന്നതാരാ? മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന ശേഷം യേശു ക്രിസ്തു ലൂക്കോസ് 24:46 പറയുകയാണ് അവൻ്റെ നാമത്തിൽ. അപ്പോൾ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടത് രണ്ടുപേരോ? നമുക്ക് പിശാച് പഠിപ്പിക്കുന്ന രീതി അനുസരിച്ചെങ്കിൽ ഇത് രണ്ടുപേർ വരണം. ദൈവാത്മാവിനാൽ വെളിപ്പാടിനാൽ മനസ്സിലാക്കാൻ ഒരുവനാണെന്ന്. അപ്പോൾ ഈ കന്യകയിലൂടെ എടുത്ത ജഡശരീരത്തിൽ വന്നത് കർത്താവായ യേശു ക്രിസ്തു. എപ്പോൾ ഉള്ളത്? അബ്രഹാമിന് മുൻപേ ഉള്ള ആ യഹോവ, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരുന്ന യഹോവ എന്ന തീക്ഷ്ണതയുള്ള ദൈവം, വിഗ്രഹത്തെ ആരാധിക്കരുത്, യഹോവയെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ ആ അവൻ തന്നെ ഞാൻ. യോഹന്നാൻ സുവിശേഷം 8:24 KJV വെർഷൻ ബൈബിൾ വായിച്ചു നോക്കൂ. അവിടെ പറയുന്നു, ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. യോഹന്നാൻ 8:28 പറയുന്നു, ഞാൻ തന്നെ അവൻ. അവിടെ 26 എവിടെ പറയുന്നുണ്ട്, ഞാൻ പിതാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അപ്പോൾ അവിടെ സംസാരിച്ചത് ആരാണ്? അകത്തുള്ള ഈ യേശുക്രിസ്തു എന്ന അല്ലെങ്കിൽ ദൈവം എന്ന ആത്മാവ് പുത്രൻ എന്ന ശരീരത്തിന് വേണ്ടി സംസാരിച്ചിരിക്കുന്നു. ഇങ്ങനെ സംസാരിക്കുമെന്ന് ആവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 18-19 വായിച്ചു നോക്കുക. യഹോവ മശികയായിട്ട് വരുന്ന സമയത്ത് എൻ്റെ വചനത്തെ ഞാൻ അവൻ്റെ നാവിലാക്കി ആ ജനത്തോട് സംസാരിക്കും. നാവ് എന്ന് വെച്ചാൽ ശരീരം. അപ്പോൾ ആ ശരീരത്തിൽ കന്യകയിൽ നിന്ന് പുറത്തേക്കെടുത്ത ശരീരം, മകൻ അല്ലെങ്കിൽ പുത്രൻ എന്ന ശരീരത്തിന് ഉള്ളിലിരുന്നു കൊണ്ട് ഈ യഹോവ സംസാരിക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ ഞാൻ അവനോട് ചോദിക്കും. ചോദിക്കുന്ന ആര്? ദൈവം. സംസാരിക്കുന്ന ആര്? ദൈവം. ആ പുത്രന് വേണ്ടി ശരീരത്തിന് വേണ്ടി സംസാരിച്ച ആര്? ദൈവം. അപ്പോൾ ഇങ്ങനെ വചനം പറഞ്ഞിരിക്കെ ഇത് ശരിയാണോ എന്നറിയാനായിട്ട് യേശു തന്നെ പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 5:19-30, പിന്നെ യോഹന്നാൻ സുവിശേഷം 8:28, പിതാവ് സംസാരിക്കുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും സംസാരിക്കുന്നില്ല. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രനും സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. കാര്യം ശരീരത്തിന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. പുത്രൻ വെച്ചാൽ ശരീരം. ഈ ശരീരം ജഡശരീരത്തിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. അപ്പോൾ ഇനി എന്താണ് മരണമെന്ന് നോക്കാം. ഇത് ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായവർക്ക് മാത്രമേ ഇനി മരണം എന്താണെന്ന് മനസ്സിലാകുള്ളൂ. ഈ ജഡത്തിൽ വന്ന യേശു ക്രിസ്തു ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് മരിക്കാൻ കഴിയില്ല. അപ്പോൾ മരണം എന്ന് പറയുന്നത് ഈ യഹോവയായ ആത്മാവായ ദൈവം യേശുക്രിസ്തു എന്ന നാമത്തിൽ അറിഞ്ഞ് ഈ ശരീരത്തിനുള്ളിലിരുന്ന ഈ ദൈവം ഈ സകല മനുഷ്യരുടെയും പാപങ്ങളെ വഹിച്ചു. അത് 1 പത്രോസ് 2:24 വായിക്കുക. അവൻ ആര്? ഈ ആത്മാവായി ജഡത്തിലേക്ക് വന്നവൻ, അവൻ തൻ്റെ ശരീരത്തിൽ. അപ്പോൾ ഈ പുത്രൻ എന്ന ശരീരം അവർക്കുള്ളതാണ്, യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശരീരം. ഇതാണ് മലാഖി 1 പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതനും കർത്താവുമായവൻ ഇതാ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരുന്നു. മലാഖിയിലെ പറഞ്ഞിട്ടുണ്ട്, മശിഹ യഹോവ രക്ഷകൻ യഹോവ വരുമ്പോൾ അവനൊരു മന്ദിരത്തിലേക്ക് വരും. അല്ലാതെ യെരുശലേം ദേവാലയം എന്ന മന്ദിരമല്ല, അവൻ്റെ ശരീരം, അവൻ വചനത്താൽ ഉളവാക്കിയ ശരീരം എന്ന മന്ദിരത്തിലേക്ക് വരുമെന്നാണ്. ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിരുന്നവരാണ് യേശുക്രിസ്തു വന്നപ്പോൾ ആ മന്ദിരം കന്യകയിൽ നിന്നെടുത്ത ശരീരമാണെന്നും ഗ്രഹിക്കാതെ അവർ യെരുശലേം ദേവാലയത്തിൽ വരുമെന്ന് പ്രതീക്ഷയോടെ ഇരുന്നിട്ടാണ് യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത്. ഇന്ന് ഇതേ യേശു പോകാൻ സമയത്ത് പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കും എന്ന് ഒരിടത്ത് യോഹന്നാൻ 14:26 പറയുന്നു. പിതാവാണ്, പിതാവ് വാഗ്ദത്തം ചെയ്തത്. അതെ, പരിശുദ്ധാത്മാവിനെ പിതാവ് അയക്കും എന്ന്. പിതാവ് അയക്കുമെന്ന് അപ്പോൾ സംസാരിക്കുന്ന ആരാ? പുത്രന് വേണ്ടി അകത്തെ ആത്മാവ് തന്നെ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് പിതാവാണെന്ന്. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുക്രിസ്തു വന്ന് ലൂക്കോസ് 24:49 പറയുന്നു, പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് ഞാനാണെന്ന്. ഇതല്ലേ ഒന്ന്. യോഹന്നാൻ 10:30 പറയുന്നു, ഞാൻ തന്നെ അവൻ. അപ്പോൾ ഈ പിതാവായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു. യോഹന്നാൻ 8:24 താഴോട്ട് പറയുന്നു, ഞാൻ തന്നെ അവൻ എന്ന് പറഞ്ഞ് ഞാൻ പിതാവിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് അവർ ഗ്രഹിച്ചില്ല. കാരണം പുത്രനാണെന്ന് പുത്രനും പിതാവാരാണെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവനും അല്ലാതെ ആർക്കും അറിയാൻ കഴിയില്ല. അതാ ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കാതെ ആർക്കും കഴിയില്ല. അപ്പോൾ ഇവിടെ മരണമെന്ന് പറയുന്നത് അതിനു മുൻപായിട്ട് ദൈവം സൃഷ്ടിച്ച പാപരഹിതമായ ശരീരത്തിൽ ജനത്തിൻ്റെ പാപങ്ങൾ വഹിച്ചു. ആത്മാവല്ല, ദൈവമല്ല പാപം വഹിച്ചത്, അവൻ തൻ്റെ ശരീരത്തിൽ ആണ് പാപം വഹിച്ചത്. ദൈവത്തിൻ്റെ ശരീരത്തിൽ, ആ ശരീരത്തിലാണ് പാപത്തിൻ്റെ ശിക്ഷ ഏൽക്കുന്നത്, ആത്മാവിലല്ല.
പാപത്തിൻ്റെ ശിക്ഷയ്ക്കും പാപത്തിൻ്റെ പരിഹാരമായ രക്തം ചീന്തുന്നതും ശരീരം ഈ പുത്രനിൽ നിന്നാണ്. അതാണ് പുത്രൻ നമുക്ക് വേണ്ടി യാഗമായി എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് നമുക്ക് വേണ്ടി ദൈവം യാഗമർപ്പിച്ചത്. അതായത് എബ്രായ ലേഖനം 10 പറയുന്നത് യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ. അപ്പോൾ യേശുക്രിസ്തുവാണ് ഈ ശരീരത്തെ യാഗം കഴിപ്പിച്ചത്, ആത്മാവ്. ആ ആത്മാവാണ് ശരീരത്തെ എടുത്തത്. ആ ശരീരത്തെ യാഗം അർപ്പിച്ചത് കൊണ്ട് ഈ ശരീരയാഗത്താൽ ഇനി നാം എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു യാഗം നമുക്ക് ആവശ്യമില്ല. അങ്ങനെ ഈ ശരീരത്തിൽ പാപം വഹിക്കുകയും പാപത്തിൻ്റെ ശിക്ഷ ഏൽക്കുകയും പാപത്തിൻ്റെ പരിഹാര മാർഗമായ രക്തം ചീന്തുകയും അപ്പോൾ പാപത്തിൻ്റെ ശമ്പളമായ മരണം വരിക്കുകയും ചെയ്തത് ദൈവം എന്ന യേശുക്രിസ്തു അല്ല, ദൈവം വസിച്ച ശരീരമാണ് നിർജീവമായത്, അല്ലെങ്കിൽ മരണം സംഭവിച്ചത്. പാപം വഹിച്ചത് ശരീരത്തിൽ, പാപത്തിൻ്റെ ശിക്ഷയേറ്റത് ശരീരത്തിൽ, പാപപരിഹാരമായ രക്തം ചീന്തിയത് ശരീരത്തിൽ നിന്ന്. ആത്മാവിൽ കുത്തിയ രക്തം വരില്ല. പാപത്തിൻ്റെ പരിഹാര മാർഗമായ മരണം എന്ന ശമ്പളം വീട്ടിയത് ശരീരം മരണത്തിലൂടെ. അങ്ങനെയെങ്കിൽ എന്താണ് മരണം? ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ഈ അകത്തേക്ക് വന്ന യേശുക്രിസ്തു അല്ലെങ്കിൽ യഹോവയായ ദൈവം എന്ന അല്ലെങ്കിൽ കർത്താവ് എന്ന ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് മരണം. അപ്പോഴും മരണം എന്ന് പറയുന്നത് യേശുക്രിസ്തു മരിച്ചു എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ച് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ബൈബിളിലെ മർമ്മങ്ങളെല്ലാം ഇനിയിപ്പോൾ അനേകം പേർ പറയും ഞങ്ങൾക്കത് അറിയാമെന്ന്. ഈ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നവർ തന്നെ ഇതിനെ 3 വ്യക്തിയാക്കിയിരിക്കുന്നു, പിന്നെ 3 ചേർന്ന് ഒന്നാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ വചനത്താൽ സൃഷ്ടിച്ച ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടാണ് ഈ യഹോവയായ ദൈവം അല്ലെങ്കിൽ കർത്താവ് എന്ന ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു സംസാരിച്ചതെന്ന് വചനത്തിൽ യേശുക്രിസ്തു അനേക സ്ഥലങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കാൽവരി ക്രൂശിൽ പുത്രൻ മരിച്ചു എന്ന് പറഞ്ഞാൽ പുത്രൻ എന്ന ശരീരം മരിച്ചു, അത് നിർജീവമായി. എപ്പോൾ? അകത്തിരുന്ന തൻ്റെ പിതാവ്, ഈ ശരീരത്തെ സൃഷ്ടിച്ച പിതാവ് എന്ന ആത്മാവ്, ആ കർത്താവായ യേശുക്രിസ്തു ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോയത്, പ്രാണനെ വിട്ടു അല്ലെങ്കിൽ ഏൽപ്പിച്ചു എന്നൊക്കെ അവിടെ ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്നു. ഇത് പരീശന്മാരെ പോലെ അക്ഷരങ്ങളിലൂടെ നടക്കുന്നവർക്ക് ഒരിക്കലും ദൈവിക വെളിപ്പാട് ഗ്രഹിക്കില്ല. അവർ ആ പാണ്ഡിത്യത്തെ വിട്ടിട്ട് മുട്ടുമടക്കി ദൈവത്തിൻ്റെ വെളിപ്പാടിനായി കാത്തിരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തും. ഇല്ല എങ്കിൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അത് ദൈവിക വെളിപ്പാടാണ് എന്ന് ഗ്രഹിക്കാൻ തക്കവണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ ജഡീകമായ ബൈബിൾ കോളേജ് സാത്താന്യമാണ്. ഞാനതൊരു വിഷയമായി സംസാരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ വന്നാൽ അതിൻ്റെ വീഡിയോ അയച്ചു തരാം. എൻ്റെ വാട്സപ്പ് നമ്പർ 9809150386. ഓക്കെ. അപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് ഈ അകത്തെ ആത്മാവ് പുറത്തേക്ക് പോയപ്പോൾ ആണ് മരണം. യേശുക്രിസ്തു മരിച്ചില്ല. യേശുക്രിസ്തു മരിച്ചു എങ്കിൽ ഈ മരണം എന്ന് പറഞ്ഞത് സംഭവിച്ച ഉടനെ എന്ത് ചെയ്തു? ഈ ശരീരത്തെ അതിനുശേഷം തൈലങ്ങൾ പൂശി ലേപനങ്ങൾ പൂശി കല്ലറയിൽ കൊണ്ടുവച്ചു. എന്തോ? പുത്രൻ, ദൈവത്തിൻ്റെ പുത്രനാണ് മരിച്ചത്. ദൈവത്തിൻ്റെ പുത്രൻ എന്നത് ഒരു വ്യക്തിയാക്കുന്നതാണ് പൈശാചികം. അങ്ങനെയെങ്കിൽ അവിടെ ഒരു വ്യക്തി മരിച്ചു എന്ന് പറയും, വ്യക്തിയല്ല. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ നാട്ടിൽ ഒരു ജോൺ മരിച്ചു എന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആ ജോൺ ഇപ്പോൾ എൻ്റെ മുമ്പിലോ നിങ്ങളുടെ മുമ്പിലോ വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ജോണിനെ കാണാൻ കഴിയില്ല. ജോൺ എന്നത് അകത്തെ ആത്മാവാണ്. അപ്പോൾ ഈ അകത്തെ ആത്മാവാകുന്ന ജോൺ ശരീരം വിട്ട് പുറത്തു പോകുമ്പോൾ പിന്നെ ചോദിക്കുന്നത് ജോണിൻ്റെ ബോഡി കൊണ്ടുവന്നോ. അപ്പോൾ ജോൺ വസിച്ച ബോഡിയാണ് അവൻ്റെ പുത്രൻ. അപ്പനും അമ്മയിൽ നിന്ന് കൊടുത്ത ശരീരമാണ് പുത്രൻ. അവരുടെ പുത്രൻ അപ്പോഴും അവരുടെ ഫ്രണ്ടിലുണ്ട്, പക്ഷേ ജീവനില്ല. എന്താ? അകത്തെ ജോൺ എന്ന ആത്മാവ് പുറത്തേക്ക് പോയി. ഇതുപോലെ കാൽവരി ക്രൂശിൽ വെച്ച് ഈ പാപം വഹിച്ച ശേഷം പാപത്തിൻ്റെ ശിക്ഷയേറ്റ് പാപത്തിൻ്റെ ശമ്പളമായ മരണം വരിക്കുന്നത് ആ ശരീരത്തിലാണ്. നാം പാപം ചെയ്ത് ജഡത്താലാണ് പാപം ചെയ്തത്. ഏതൻ തോട്ടത്തിൽ നടന്നത് ജഡത്താലുള്ള പാപം. ദൈവവചനം തെറ്റിച്ചപ്പോൾ ജഡത്തിലൊരു പാപം ചെയ്തു. അവിടെ ആപ്പിൾ തീറ്റയൊന്നുമല്ല, അവിടെ ഒരു ലൈംഗിക വേഴ്ചയാണ്. കായീൻ ആദാമിൻ്റെ മകനല്ല, കായീൻ സാത്താൻ്റെ സന്തതിയാണ്. ആദാമിൻ്റെ വംശപരമ്പര പറയുന്ന ഒരിടത്തും കായീൻ്റെ പേര് ചേർത്തിട്ടില്ല. എന്നാൽ കായീനെ മറ്റൊരു വംശപരമ്പര ഉൽപ്പത്തി 3:14 മുതൽ പറയുന്നു. അവൻ്റെ അപ്പൻ പിശാചാണെന്ന് പിന്നത്തേൽ പറയുന്നു. അവരാണ് എപ്പോഴും വചനം തെറ്റിക്കുന്നത്, വചനം നിഷേധിക്കുന്നത്. ദൈവിക വെളിപ്പാടോടുകൂടി വചനം സംസാരിച്ചു കൊടുത്താലും ഈ വചനത്തെ ധിക്കരിച്ച് പറയുന്ന ജനമാണ് സർപ്പസന്തതി അല്ലെങ്കിൽ കായീൻ്റെ സന്തതികൾ. അത് ദൈവം അത് വ്യക്തമായി പറയുന്നു. അവരെല്ലാം അങ്ങനെ എതിർത്തത് കൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങൾ സത്യത്തിൽ നിലനിൽക്കാത്തത് കൊണ്ട് സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ ആദ്യം മുതലേ കള്ളനും കൊലപാതകിയും ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിൽ പ്രിയപ്പെടുന്നവനും. ഇന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ നാമത്തിലാണ് സ്നാനം എന്ന് പറയുന്നവർ അങ്ങനെ സ്നാനം കൊടുത്തതായിട്ടൊരു വചനമില്ല.
അങ്ങനെ സ്നാനമേറ്റതായിട്ടൊരു വചനമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു എന്ന് വചനമുണ്ട്. നോക്കൂ, കൊടുക്കാത്തത് എങ്ങനെ അവർക്ക് കേൾക്കാൻ കഴിയും, സ്വീകരിക്കാൻ കഴിയും? അപ്പോൾ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കൊടുത്തത് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ. എന്നാൽ ഇതല്ല ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരാണ്. എന്താ? സത്യം എന്ന വചനം അവരിൽ ഇല്ലാത്തത് കൊണ്ട് അവർ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് പോയതിനെ മരണമെന്ന് പറയുന്നു. അവിടെ യേശു ക്രിസ്തുവാണ് മരിച്ചതെങ്കിൽ നിങ്ങളുടെ പുരോഹിതനോട് പോയി ചോദിക്കുക ഇനി പറയുന്ന കാര്യങ്ങൾ. നോക്കൂ, ലോകം സാത്താൻ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വാസ്തവമായും മരണം എന്നാൽ എന്താണ്? ഈ അകത്തെ ആത്മാവ് പുറത്തേക്ക് പോകുമ്പോഴാണ് മരണം. മരണം അപ്പോഴും സംഭവിക്കുന്നത് ശരീരത്തിന്. ശരീരം ലേപനങ്ങൾ അല്ലെങ്കിൽ തൈലം പൂശി കല്ലറയിൽ വെച്ചു. ഈ കല്ലറയിൽ നിർജീവമായ ശരീരം ഇരിക്കുന്ന സമയത്ത് ഈ ജഡത്തിൽ യേശു ക്രിസ്തു ജഡത്തിലേക്ക് വന്നു എന്നാണ് ബൈബിൾ, അല്ലേ? ദൈവം ജഡത്തിൽ വന്നു എന്നാണ്. ഈ ദൈവമാണ് പുറത്തു പോയത്, ഈ യേശു ക്രിസ്തുവാണ് പുറത്തു പോയത്. ആ യേശു ക്രിസ്തു നോക്കൂ, അന്നേ ദിവസം ക്രൂശിൽ കിടന്ന കള്ളനോട് പറഞ്ഞ എന്താ? ആമേൻ ആമേൻ, ഞാൻ പറയുന്നു, നീ ഇന്ന് എന്നോടൊപ്പം പർദീസയിലിരിക്കും. ഇവനെയും കൂട്ടി പർദീസയിലേക്ക് പോയത് ഇതേ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, ഈ യേശു ക്രിസ്തു എന്ന ആത്മാവല്ലേ? അപ്പോൾ യേശു ക്രിസ്തുവാണ് മരിച്ചെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ആത്മാവ് പ്രവർത്തിക്കുന്നത്? ആത്മാവാണ് ജീവൻ, ആത്മാവിനും മരിക്കാൻ കഴിയില്ല. ദൈവം എന്ന ആത്മാവിന് മരിക്കാൻ കഴിയില്ല. ആ ആത്മാവ് ഈ കള്ളൻ്റെ ആത്മാവിനെ കൊണ്ട് പർദീസയിലേക്ക് പോയി. മരിച്ചതുണ്ടാണോ? ഇല്ല. അതേസമയം ഈ ശരീരം കല്ലറയിൽ നിമഗ്നം ചെയ്തിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഒന്ന് പത്രോസിൽ പറയുന്നു, വേറെ ചില സ്ഥലങ്ങൾ പറയുന്നുണ്ട്. 1 പത്രോസ് 3:19 പണ്ട് നോഹയുടെ കാലത്ത് നോഹ സുവിശേഷം അറിയിച്ചപ്പോൾ കേൾക്കാത്തതായ തടവിലുണ്ടായിരുന്ന ആത്മാക്കളോട് യേശു ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു എന്ന്. നോക്കൂ, ലോകം മുഴുവനും സാത്താൻ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നു യേശു ക്രിസ്തു രണ്ടാമതൊരു വ്യക്തിയെന്ന്. യേശു ക്രിസ്തു ആത്മാവാണ്, അത് ദൈവമാണ്. ഈ ജഡമാണ് മകൻ അല്ലെങ്കിൽ പുത്രൻ എന്ന ദൈവം വെളിപ്പെടുത്തിയ ആ ശരീരമാണ് ഇപ്പോൾ കല്ലറയിലിരിക്കുന്നത്. ആ പുത്രൻ മരിച്ചു, ശരിയാ, പുത്രൻ മരിച്ചു. ആ പുത്രൻ മരിച്ച് ശരീരം മരിച്ചിരിക്കുമ്പോൾ, നിർജീവമായി ഇരിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് പോയ ആത്മാവ് അഗാധകൂപങ്ങളിലേക്ക് പോയി. നോഹയുടെ കാലത്ത് സുവിശേഷം പറഞ്ഞപ്പോൾ കേട്ട് വിശ്വസിക്കാത്തവരോട് പ്രസംഗം പറഞ്ഞു. നോഹ പറഞ്ഞത്, മോശ പറഞ്ഞത്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഉള്ളവർ പറഞ്ഞത്, അബ്രഹാം പറഞ്ഞതൊക്കെ എന്നെക്കുറിച്ചാകുന്നു. സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും മോശയുടെ ന്യായപ്രമാണ പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് അവിടെ പോയി പ്രസംഗിച്ചത് ഇതേ യേശു ക്രിസ്തു അല്ലേ? യേശു ക്രിസ്തു മരിച്ചുവെങ്കിൽ എങ്ങനെ അവിടെ പോയി സംസാരിക്കുന്നത്? ഇതുപോലും ഗ്രഹിക്കാൻ കഴിയാത്ത ജനമാണ് ലോകത്തുള്ള 99% ക്രിസ്ത്യാനികളും. നോക്കൂ, നിങ്ങളുടെ പുരോഹിതന്മാരെ പിശാച് ചതിച്ചിരിക്കുന്നു. അടുത്ത എഫേസ്യർ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ബദ്ധന്മാരെ വിടുവിച്ച് മുകളിലേക്ക് കയറിപ്പോയി അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. ആരാ? ഇതേ യേശു ക്രിസ്തു. യേശു ക്രിസ്തു മരിക്കുന്ന അതേ സമയം തന്നെ കല്ലറകൾ പൊട്ടിപ്പുറപ്പെട്ടു. ഈ ആത്മാവ്, ഈ കള്ളൻ്റെ ആത്മാവും കല്ലറകൾ പൊട്ടിപ്പുറപ്പെട്ട ഈ ആദ്യഗണത്തിലുള്ള വിശുദ്ധന്മാരുടെ ആത്മാവിനെയും കൊണ്ട് പർദീസയിലേക്ക് പോയി. കാര്യം, അവർക്ക് വേണ്ടിയിട്ട് ആദാമ്യ പാപം മുതൽ ഉണ്ടായിരുന്ന പാപത്തിൻ്റെ പരിഹാരം പൂർണ്ണത വന്നിട്ടില്ലായിരുന്നു. ആദാം ഉൾപ്പെടെ ഉള്ള യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള പ്രവാചകന്മാർ മുഴുവനും, അബ്രഹാമും നോഹയും സകല പേരും ആ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗം പൂർത്തിയായപ്പോൾ നോക്കൂ, പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലുമായി എന്നേക്കുമായി ഒരു പാപപരിഹാരം, പാപമില്ലാത്ത ഒരു ശരീരത്തെ യാഗമർപ്പിച്ചപ്പോൾ അത് നിവർത്തിയായ നിമിഷം ആത്മാവ് പുറത്തു പോയപ്പോൾ യാഗം പൂർത്തിയായി. യാഗം പൂർത്തിയായ നിമിഷം തന്നെ പാപപരിഹാര മാർഗമായപ്പോൾ പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, കല്ലറകൾ പൊട്ടിപ്പുറപ്പെട്ട് വിശുദ്ധന്മാരുടെ കല്ലറകൾ പൊട്ടിപ്പുറപ്പെട്ട് അവർ ഈ കള്ളൻ എൻ്റെ ആത്മാവുമായിട്ട് യേശുക്രിസ്തു പർദീസയിലേക്ക്, നീ ഇന്ന് എന്നോടൊപ്പം പർദീസയിലിരിക്കുമെന്ന. അപ്പോൾ യേശുക്രിസ്തു പർദീസയിലേക്ക് പോയി. അപ്പോൾ മരിച്ചു എന്ന് പറയുന്ന ഈ ശരീരം കല്ലറയിലിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ മശിഹ യഹോവ രക്ഷകൻ, അല്ലെങ്കിൽ ഈ യഹോവ ദൈവം പർദീസയിലേക്ക് പോയി. അപ്പോൾ അതിനുശേഷം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിതാവ് പുത്രനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നില്ലേ? അപ്പോൾ ജനനം നമുക്ക് മനസ്സിലായി. എന്താണ് ജനിച്ചത്? കന്യകയിൽ നിന്ന് വചനത്താൽ ഒരു ശരീരത്തെ ഉളവാക്കി ആ ശരീരമാണ് ജനിച്ചത്. ആ ജനിച്ച ശരീരം എന്ന പുത്രൻ്റെ ഉള്ളിലേക്കാണ് യേശു ക്രിസ്തു എന്ന ദൈവം എന്ന ആത്മാവ് വന്നത്. അക്ഷരങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സഞ്ചരിക്കാം, ഒരു തെറ്റുമില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടർ വേണം. 99% കാലത്തിൻ്റെ ദൈവിക വെളിപ്പാടിനെ എതിർക്കുന്നവരായി വേണം.
അങ്ങനെ ഒരു കൂട്ടർ ഉള്ളതായി ദൈവം കണ്ടതുകൊണ്ടാണ് ലൂക്കോസ് 17:25 മുതൽ 30 വരെ പറയുന്നത്, കർത്താവിൻ്റെ വരവിൽ ലോകം നോഹയുടെയും സോദോമിൻ്റെയും നാളുകൾ പോലെയാകും. നോഹ സുവിശേഷം അറിയിച്ചപ്പോൾ ആര് കേട്ടു? ആരും കേട്ടില്ല. അപ്പോൾ ഇന്ന് ജനനം എന്ന് പറഞ്ഞാൽ മനസ്സിലായി. മരണം എന്നാൽ എന്ത്? ഇനി നമുക്കൊരു കാര്യം കൂടെ പറയാം. ദാവീദ് പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ജനനം മനസ്സിലായി, മരണം എന്നത് മനസ്സിലായി. അപ്പോൾ പിതാവ് പുത്രനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ പിതാവ് ഉയർപ്പിക്കാനില്ലേ, പുത്രൻ എന്നത് വേറൊരു വ്യക്തിയല്ലേ എന്നൊക്കെ പിശാച് വീണ്ടും ചിന്തകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ കാര്യം കൂടെ നോക്കാം. ഇതൊക്കെ നമ്മൾ സാധാരണ സഭയിലെ പഠിപ്പിക്കാറുള്ളൂ, ഇതിങ്ങനെ പുറത്ത് പറയാറില്ല. ഇപ്പോൾ 1-2 പ്രാവശ്യം കൊണ്ട് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ആർക്കെങ്കിലും കേട്ട് ഗ്രഹിച്ച് വരട്ടെ. എല്ലാവരും വരാറില്ല, 1-2 പേർ മാത്രമേ വിളിക്കാറുള്ളൂ. ഓരോ ലൈവ് കഴിയുമ്പോഴും 1-2 പേരൊക്കെ വിളിക്കാറുള്ളൂ. അത്രയൊക്കെ ഉണ്ടാകാറുള്ളൂ. ഇതല്ലേ യേശു പറഞ്ഞത്, അവിടെ നിന്ന് ഇവിടെ നിന്ന് കൂട്ടത്തോടെ ഉണ്ടാവില്ല. നോഹയുടെ കാലം പോലെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ പള്ളിക്കാരെല്ലാം പറയുമ്പോൾ നാം എല്ലാവരും എടുക്കപ്പെടും, അങ്ങനെ എടുക്കപ്പെടില്ല. പിന്നെ പറഞ്ഞു നാം എല്ലാവരും മരിക്കും, അങ്ങനെ മരിക്കുകയില്ല. എല്ലാവരും മരിക്കുമെങ്കിൽ പിന്നെ പൗലോസ് പറഞ്ഞു ഞാനൊരു മർമ്മം പറയാം, എല്ലാവരും മരിക്കില്ലെന്നാ. യേശു ക്രിസ്തു വരുമ്പോൾ രൂപാന്തരപ്പെടാനൂടെ വേണ്ടേ? മരിച്ചിട്ടാണോ രൂപാന്തരപ്പെടുന്നത്? ഹാനോക്ക് മരിച്ചിട്ടാണോ രൂപാന്തരപ്പെട്ടത്? ജീവിച്ചിരുന്ന് രൂപാന്തരപ്പെടുന്നവരോട് വേണം. അപ്പോൾ ഇതൊന്നും അറിയാതെ ബൈബിൾ കോളേജ് വഴി പിശാച് പഠിപ്പിച്ചു വിടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പിതാവ് പുത്രനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നു. ഈ പിതാവ് എന്നത് ദൈവമാണെന്നും ആത്മാവാണെന്നും മനസ്സിലായല്ലോ. പുത്രൻ എന്നത് ശരീരമാണെന്ന് മനസ്സിലായല്ലോ. ഇപ്പം നിർജീവമായി കല്ലറയിലിരിക്കുന്ന അല്ലെങ്കിൽ വിശ്രമിക്കുന്ന ആ ശരീരത്തിലേക്ക് ഈ ശരീരത്തിൻ്റെ സൃഷ്ടിയായ അല്ലെങ്കിൽ വചനം തന്നെയായ യേശു ക്രിസ്തു അല്ലെങ്കിൽ യഹോവയായ ദൈവം എന്ന ആത്മാവ് തിരികെ ഈ കല്ലറയിലിരിക്കുന്ന ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു. ആ ശരീരം ജീവനുള്ളതായി തീർന്നു. നോക്കൂ, ഇതാണ് പിതാവ് പുത്രനെ ഉയർപ്പിച്ചത്. പിതാവ് എന്ന ആത്മാവ് പുത്രൻ എന്ന ശരീരത്തേക്ക്, മരിച്ചിരുന്ന നിർജീവമായിരുന്ന ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ആ ശരീരം ജീവനുള്ളതായി തീർന്നു. അങ്ങനെ ജീവനുള്ളതായി തീർന്ന ഈ ശരീരവുമായാണ് വീണ്ടും ശിഷ്യന്മാരുടെ അടുക്കൽ വന്നത്. അപ്പോഴാണ് പറഞ്ഞത്, സ്ത്രീയെ എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. നോക്കൂ, 3-ാം സ്വർഗത്തിൽ പർദീസയിൽ ഈ ആത്മാക്കളെ കൊണ്ടുപോയത് ഈ പിതാവിൻ്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ ദൈവം ഇരുന്ന ആ പൊസിഷൻ അതെവിടെയാണ്? സ്വർഗാദി സ്വർഗങ്ങൾക്കും മീതെയാണ്. 7 സ്വർഗമുണ്ട്. അതിൽ 3-ാം സ്വർഗമാണ് ഈ വിശുദ്ധന്മാർ ഇന്ന് വിശ്രമിക്കുന്ന പർദീസ. ഈ കള്ളനെയും ഈ കല്ലറകൾ പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വന്ന ആത്മാക്കളെയും കൊണ്ട് കർത്താവ് 3-ാം സ്വർഗത്തോളമേ പോയിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ എന്ന് വെച്ചാൽ എല്ലാവരും അബ്രഹാമിൽ അല്ലെങ്കിൽ അവിടെ വിശ്രമ സ്ഥലത്തിലായിരിക്കുന്നു. അവിടെ വിശ്രമിക്കുകയാണ്. ഇനി ഈ പാപപരിഹാരത്തിന് മാർഗം ഒരുക്കിയ ഈ യാഗം അർപ്പിച്ച ശേഷം ഇതിൻ്റെ വീണ്ടെടുപ്പ് വില കൊടുക്കാനായിട്ട് ഈ ആത്മാവിന് ഈ ശരീരവുമായിട്ട് എവിടെ പോകണം? സ്വർഗീയടങ്ങളിലേക്ക് പോകണം, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ സ്വർഗീയടങ്ങളിലേക്ക് പോകണം. അതുകൊണ്ട് ഇതിൽ എന്നെ തുടരുത്. എന്നാൽ അവിടെ പോയി എന്ത് ചെയ്തു? ഈ പാപത്തിന് പരിഹാര മാർഗം ഒരുക്കിയ ശരീരത്തെ അവിടെ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ സ്വർഗീയടങ്ങളിൽ പോയ ശേഷം തിരികെ വീണ്ടും ഈ ശരീരത്തിൽ വന്നിട്ട് പറഞ്ഞു, എന്നെ തൊട്ട് നോക്കൂ, എൻ്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കൂ. അതിനുശേഷം കർത്താവ് ഈ ശരീരവുമായി ഈ കന്യകയിൽ നിന്ന് അത് കന്യകയിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, രക്തം എടുത്തിട്ടില്ല. കത്തോലിക്ക സഭയൊക്കെ പഠിപ്പിക്കുന്ന പ്രകാരം യേശു ക്രിസ്തുവിൻ്റെ അമ്മയാണ് ദൈവം. കന്യാമറിയം എന്തോ ദൈവത്തിൻ്റെ അമ്മയോ? അപ്പോൾ പിന്നെ കന്യാമറിയം സൃഷ്ടിച്ചതാരാ? ദൈവത്തെയാണ് കന്യാമറിയം പ്രസവിച്ചതെങ്കിൽ കന്യാമറിയം അതിനു മുമ്പുള്ള അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഇതിലുള്ള പ്രവാചകന്മാരെ കോടാനുകോടി ജനത്തെ സൃഷ്ടിച്ചതാരാ? അപ്പോൾ ആത്മാവ് ഒന്നേ ഉള്ളൂ. ആ ആത്മാവാണ് കന്യക മറിയത്തിലൂടെ പുറത്തേക്ക് വന്ന പുത്രൻ എന്ന ജഡത്തിലേക്ക് വന്ന യേശു ക്രിസ്തു എന്ന ആത്മാവ്. അപ്പോൾ ഈ ആത്മാവ് ജഡശരീരത്തിൽ പ്രവർത്തിച്ച് പുറത്തേക്ക് വന്നിട്ട് തിരികെ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? ഈ ശരീരം സ്വർഗീയടങ്ങളിലേക്ക്. ഇപ്പോൾ ഈ ശരീരം സ്വർഗീയടങ്ങളിൽ വെച്ചിട്ട് ഈ അകത്തിരുന്ന ആത്മാവ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഭൂമിയിലുള്ളത്. അതാണ് ഈ ആത്മാവ് തന്നെയാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചത്. കന്യക ഗർഭിണിയായത് അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേലും ആകയാൽ ജനിക്കുന്ന വിശുദ്ധ പ്രജ എന്നാണ്. നോക്ക്, വിശുദ്ധ പ്രജ എന്നാണ്. ഈ വിശുദ്ധ എന്ന് വെച്ചാൽ ശരീരം ആണ്. അഭിഷേകം പ്രാപിച്ച ശരീരത്തെയാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. യേശു ക്രിസ്തു അഭിഷേകം പ്രാപിച്ച ജഡശരീരത്തിലായിരുന്നപ്പോഴാണ് യേശു പറഞ്ഞത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനാകുവിൻ. ഇപ്പോൾ ജഡശരീരത്തിലാണ് നാം വിശുദ്ധനാകുന്നത്. എന്നാൽ അകത്തെ ആത്മാവോ അത് പരിശുദ്ധമാണ്, പരിശുദ്ധനാണ്. പരിശുദ്ധമെന്ന വാക്കിന് അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ആ പുത്രൻ എന്ന ശരീരത്തിന് പരിശുദ്ധം എന്ന് പറയാൻ പറ്റില്ല. അത് വിശുദ്ധനാണ്. അതുകൊണ്ടാണ് നമ്മോട് വിശുദ്ധനാകുവാൻ പറഞ്ഞത്. എന്നാൽ ദൈവം പരിശുദ്ധൻ, ദൈവത്തിന് മാത്രം അവകാശപ്പെടുന്നതാണ് പരിശുദ്ധൻ. ഈ പരിശുദ്ധമായ എണ്ണ എന്നൊക്കെ പറയുന്നത് തെറ്റായ വാക്കുകളാണ് കേട്ടോ, ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. വസ്തുവകകളെക്കുറിച്ച് ശുദ്ധമായ, വിശുദ്ധമായ എന്നേ പറയാൻ കഴിയുള്ളൂ.
വിശുദ്ധമെന്ന് പറയുന്നത് ആത്മീയമായതാണ്, ആത്മാവിനാൽ കഴുകപ്പെട്ടത് അല്ലെങ്കിൽ ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടതിനെയാണ് വിശുദ്ധമെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ശുദ്ധമെന്നേ പറയാൻ, ശുദ്ധിയായത്, ശുദ്ധമുള്ളത് എന്നേ പറയാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പുത്രൻ എന്ന ശരീരത്തെ സ്വർഗീയടങ്ങളിലേക്ക് എടുത്ത് സ്വർഗീയടങ്ങളിലാക്കിയ ശേഷം ഈ ശരീരത്തിന് ഉള്ളിലിരുന്ന ഈ ആത്മാവ് തന്നെയാണ് ഇന്നിപ്പോൾ നമ്മോട് കൂടെയുള്ള പരിശുദ്ധാത്മാവ്. നോക്കൂ, പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് യോഹന്നാൻ 14:26 പറയുന്നു യഹോവയായ ദൈവം, അതായത് പിതാവ്. ലൂക്കോസ് 24:49 പറയുന്നു ഞാൻ അയക്കുമെന്ന്. അപ്പം ഞാൻ അയക്കുമെന്ന് ഒരിടത്ത്, പിതാവ് അയക്കുമെന്ന് ഒരിടത്ത്. ഈ ഞാൻ എന്ന് പറയുന്നത് അകത്തെ ആത്മാവാണ് സംസാരിച്ചത്. പരിശുദ്ധാത്മാവിനെ അയക്കും. അവിടെ സംസാരിച്ച പിതാവ് ആത്മാവാണ്. അപ്പോൾ അവൻ ഈ പിതാവ്, ഞാനും പിതാവ് ഒന്ന് എന്ന് പറഞ്ഞ ആത്മാവിനെ സംബന്ധിച്ചാണ്. അല്ലാതെ ഈ ശരീരവും ദൈവം എന്ന ആത്മാവ് ഒന്നല്ല. ജഡം വേറെ, ദൈവം വേറെ. ജഡം തന്നെ, ആത്മാവാണ്. ജഡത്തിലാണ് ആത്മാവായ ദൈവം വന്നത്, ജഡത്തിലാണ് ആത്മാവായ യേശു ക്രിസ്തു വന്നത്. ഇപ്പോൾ പുത്രൻ പർദീസയിലാണ്, സ്വർഗീയടങ്ങളിലേക്ക് വച്ചിട്ട് ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്ന് ഇപ്പോൾ ഇതേ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു. ഈ ദാവീദ് പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. നോക്കൂ, യേശു ക്രിസ്തു ഒരിക്കലും തന്നെ ദൈവപുത്രൻ എന്ന് വിശേഷിച്ചിട്ടില്ല. മനുഷ്യപുത്രൻ എന്നാ. നിങ്ങൾ മനുഷ്യപുത്രനെ കൊല്ലാൻ ശ്രമിക്കുന്നു, മനുഷ്യപുത്രൻ്റെ കാലം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ ദാവീദ് യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ദാവീദ് ഒരു രാജാവാണ്. അവനൊരു സിംഹാസനം കൊടുത്തിരുന്നു ഭരിക്കാനായിട്ട്. അതുപോലെ ഈ ദാവീദിൻ്റെ വംശവും വേരിൽ നിന്ന് ഉത്ഭവിച്ച വംശവും ഗോത്രവുമായ ആ യഹൂദ ഗോത്രത്തിലുള്ള, നോക്കൂ, യോസേഫ്, ദാവീദിൻ്റെ മകനായ യോസേഫെ എന്ന് വിളിച്ചിരിക്കുന്നു. യോസേഫിൻ്റെ പിതാവ് ഒരിക്കലും ദാവീദ് അല്ല. യോസേഫിൻ്റെ ലൂക്കോസ് 24 ലൂക്കോസ് സുവിശേഷം 3-ാമത്തെ അധ്യായം വായിച്ചു നോക്കി, അവിടെ അറിയാം യോസേഫിൻ്റെ പിതാവ് ഹേലിയാണ്. യോസേഫ് ഹേലിയുടെ മകനാണ് യോസേഫ്. എന്നാൽ ഇശായിയുടെ മകനാണ് ദാവീദ്. അപ്പോൾ വർഷങ്ങളുടെ ദൈർഘ്യമുണ്ടെങ്കിലും ഇവിടെ ദാവീദിൻ്റെ മകനായ യോസേഫ് എന്ന് വിളിക്കാൻ കാരണം ദാവീദിൻ്റെ സിംഹാസനം വേരും വംശവുമായ ആ ഗോത്രത്തിൽ നിന്നുമാണ് യോസേഫ് വന്നിരിക്കുന്നത്. ആ യഹൂദ ഗോത്രത്തിൽ തന്നെ ഉള്ള ഒരു സ്ത്രീയാണ് കന്യക. അപ്പോൾ ആ കന്യകയിൽ നിന്നാണ്, യഹൂദ ഗോത്രത്തിലുള്ള ഒരു കന്യകയിൽ നിന്നാണ് ദൈവം തൻ്റെ പാപപരിഹാരത്തിനായി യാഗമർപ്പിക്കുന്നതിന് വേണ്ടി, ശരീരത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ന്യായപ്രമാണത്തിന് കീഴിൽ ഉള്ള ഒരു സ്ത്രീയിൽ നിന്ന് തന്നെ എടുക്കണം. അതാണ് സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നത് സ്ത്രീയുടെ സന്തതി. അപ്പോൾ യഹൂദ ഗോത്രത്തിൽ നിന്ന് എടുത്ത ആ വംശത്തിൽ പിറന്നു വന്ന ആ ദൈവത്തെയാണ് അവിടെ ദാവീദ് പുത്രൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വിശദീകരണം ധാരാളമുണ്ട്. നമ്മൾ സഭയിലാണത് പഠിപ്പിക്കുന്നത്, ഇവിടെ ഇപ്പം വ്യക്തമാക്കുന്നില്ല. ഇനി ഈ ദാവീദിൻ്റെ സിംഹാസനം, സ്വർഗത്തിൽ ഒരു ആത്മീയ സിംഹാസനമുണ്ട്. ആ ദാവീദിൻ്റെ സിംഹാസനത്തിൽ കർത്താവും രാജാതി രാജാവുമായി വാഴുന്നത് ഈ യഹോവയായ ദൈവം എന്ന ഈ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ദാവീദ് പുത്രൻ എന്ന് വെച്ചാൽ ദാവീദിൻ്റെ ഗോത്രത്തിൽ, യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിച്ചു വന്നവൻ. അങ്ങനെ തന്നെ അറിയപ്പെടണം. 12 ഗോത്രങ്ങളുള്ളതിൽ ഏത് ഗോത്രത്തിൽ നിന്നാണ് വന്നത്? ദാവീദ് ഗോത്രത്തിൽ നിന്ന് വന്നു. ഓക്കെ, അതാണ് ദാവീദ്. അതിൻ്റെ ചെറിയൊരു വിവരണമാണ്. ഇനി ദാവീദ് പുത്രൻ അതാണ്. ഇനി മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ഈ യേശുക്രിസ്തുവിലുള്ള ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് മനുഷ്യപുത്രൻ്റെ ശുശ്രൂഷ. മനുഷ്യപുത്രൻ എന്ന് വെച്ചാൽ പ്രവാചകനാണ്. യേശു പ്രവാചകനാണ്. ഒരേ സമയത്ത് ദാവീദ് പുത്രനാണ്, മനുഷ്യപുത്രനാണ്, ദൈവപുത്രനാണ്. അപ്പോൾ ദാവീദ് ഗോത്രത്തിൽ ജനിച്ചു വന്ന് ശുശ്രൂഷ ചെയ്തത് അതാണ് ദാവീദ് പുത്രൻ. ഇവിടെ ആയിരിക്കുന്ന ജനിച്ചു വരുന്ന സമയത്ത് ശുശ്രൂഷ. അടുത്ത് മനുഷ്യപുത്രൻ എന്നതാണ് യേശുവിൻ്റെ ശുശ്രൂഷ, പ്രവാചക ശുശ്രൂഷ. യേശു ഗലീലയിലെ പ്രവാചകനാണ്. യോഹന്നാൻ സ്നാപകനോട് കൂടി പ്രവാചകൻ തീർന്നില്ല, യേശു ക്രിസ്തു ഉണ്ട്. ഇനി അപ്പോസ്തലപ്രവൃത്തി 2 പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകന്മാർ വീണ്ടും ഉണ്ട്. ഓക്കെ, ഈ ഏലിയ പ്രവാചകൻ്റെ ആത്മാവോട് കൂടി യേശു ക്രിസ്തു വരുന്നതിന് മുൻപായിട്ട് ഒരു പ്രവാചകൻ വരും. ഏലിയ പ്രവാചകൻ്റെ ആത്മാവോട് അവൻ വന്ന് യേശു ക്രിസ്തു വരുന്ന സമയത്തുള്ള ഇന്ന് ഈ കാലത്തിൻ്റെ മക്കളായ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് വചനം തന്ന അപ്പോസ്തലന്മാരായ പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് നിരപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ദാവീദ് മനുഷ്യപുത്രൻ. ഈ മനുഷ്യപുത്രൻ എന്ന് വെച്ചാൽ പ്രവാചകൻ എന്നാണ്. യെഹെസ്കേൽ പ്രവാചകനെ നോക്കുക, അവിടെ മനുഷ്യപുത്ര എന്നാണ് വിളിച്ചിരിക്കുന്നത്. മനുഷ്യപുത്രൻ എന്ന് വെച്ചാൽ പ്രവാചക ശുശ്രൂഷ. അതാ ലൂക്കോസ് 24 പറയുന്നത്
മനുഷ്യപുത്രൻ്റെ നാളുകൾ പോലെ യേശുക്രിസ്തു ശുശ്രൂഷിച്ച പോലെ നോഹ ഒരു പ്രവാചകനായിരുന്നു. ആ മനുഷ്യപുത്രൻ ശുശ്രൂഷിച്ച നാൾ നോഹയുടെ കാലത്ത് ശുശ്രൂഷിച്ചതുപോലെ ഇപ്പോൾ ഇനിയൊരു പ്രവാചക ശുശ്രൂഷയുണ്ട്. അതെല്ലാവരും വിശ്വസിക്കില്ല. ലൂക്കോസ് 18:30 പറഞ്ഞ് യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ഏലിയാവിൻ്റെ ആത്മാവ്, അവൻ പ്രവാചകനാണ്, ആ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് നോഹയുടെ കാലം പോലെ തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരാക്കി എടുക്കുകയും സോദോമിൻ്റെ നാളുകൾ പോലെ പുരുഷനെ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് വാതിലടയ്ക്കുന്ന ശുശ്രൂഷ നടക്കുകയും അബ്രഹാമിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു എന്ന ഏലോഹ്യം അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുകയും രൂപാന്തരപ്പെടുകയും വാഗ്ദത്ത സന്തതി പ്രാപിക്കുകയും ചെയ്തതുപോലെ ഒരു വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടുത്തുന്ന ഒരു ചെറിയ ശുശ്രൂഷ ഇവിടെ ഉണ്ടായിരിക്കും. വലിയ ശുശ്രൂഷയാണ്, പക്ഷേ വിശ്വസിക്കുന്നവർ വളരെ വിരളമായിരിക്കും. അങ്ങനെ ഒരു ശുശ്രൂഷയെക്കുറിച്ചാണ് പ്രവാചക ശുശ്രൂഷ. അപ്പോൾ ദാവീദ് പുത്രൻ, മനുഷ്യപുത്രൻ വെച്ചാൽ പ്രവാചക ശുശ്രൂഷ. ഇനി ദൈവപുത്രൻ്റെ വെളിപ്പെടലും ദൈവപുത്രൻ്റെ ശുശ്രൂഷയുമുണ്ട്. അത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ പോയ ശേഷം ഒന്നാമത്തെ എഫെസസ് സഭ തുടങ്ങി കർത്താവിൻ്റെ വരവ് വരെയുള്ള ലവോദിക്ക സഭയുടെ അവസാന കാലം വരെയും ഈ സഭാകാലങ്ങളിൽ ഓരോ സഭയല്ല, ഒരു സഭയിൽ ഒരു സഭയുടെ പല കാലഘട്ടങ്ങൾ, ശൈശവം, ബാല്യം, യൗവനം, മധ്യകാലഘട്ടം, വാർദ്ധക്യം എന്ന് പറയുന്നത് പോലെ എഫെസസ് സഭ ഒരു സഭ തുടങ്ങി ആ സഭ കർത്താവ് യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് 7 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും ഓരോ കാലഘട്ടത്തിലും തെറ്റിപ്പോയ ജനത്തെ യഥാസ്ഥാനത്താക്കുന്നതിന് ദൈവം ഓരോരുത്തരെ മാർട്ടിൻ, കൊളംബ, വെസ്ലി, ലോതർ, വില്യം ബ്രൻഹാം, ഇങ്ങനെ ഓരോ വ്യക്തികളെ ദൈവം അയച്ചിട്ട് ദൈവത്തിൻ്റെ വലത് കൈയിലെ 7 നക്ഷത്രമാണ് ഏഞ്ചൽ, ദൂതൻ, 7 സഭകളുടെ ദൂതൻ. ആ ഏഞ്ചലിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട്, ഈ മനുഷ്യരല്ല ദൂതന്മാർ, ഇവരുടെ ഉള്ളിലേക്ക് വരുന്ന ഏഞ്ചലാണ് ദൂതൻ. ആ ദൂതൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഈ എഫെസസ് സഭ മുതൽ AD 53 അല്ലെങ്കിൽ 30 മുതൽ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുന്നത് മുതൽ ഇനി യേശുക്രിസ്തു വരുന്ന വാനമേഘത്തിൽ ചേർക്കുന്നത് മുമ്പായിട്ട് ഇന്ന് വളഞ്ഞും ഒടിഞ്ഞും കുണ്ടും കുഴിയും ഉയർന്നതും താണതുമായിട്ടൊക്കെ നിൽക്കുന്ന 100 കണക്കിന് വ്യത്യാസം, ഒരു ബൈബിളും വെച്ച് 100 കണക്കിന് സഭയായി നിൽക്കുന്ന ഇവരുടെ വിശ്വാസമെല്ലാം നിരപ്പുള്ളതാക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതാണ് ദൈവപുത്രൻ്റെ ശുശ്രൂഷ. അത് മനുഷ്യപുത്രൻ പ്രവാചകനായിരുന്നു കൊണ്ട് ദൈവപുത്രനെ ശുശ്രൂഷ ചെയ്യും. ഇപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ എന്ന ഈ ശരീരം സൃഷ്ടി ഇപ്പോൾ എവിടെയാ? സ്വർഗീയിടങ്ങളിലാണ്. ആ സ്വർഗീയിടങ്ങളിൽ ഇരിക്കുന്ന ആ യാഗവസ്തുവിലൂടെ, ആ യേശുക്രിസ്തു നാമത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വാക്കും മാത്രമേ ഇന്ന് ദൈവസന്നിധിയിലെത്തുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കാൻ പറയുന്നത്, നമ്മുടെ പ്രാർത്ഥന നീതിയുള്ളതും ശുദ്ധീകരിച്ചതുമാകണമെങ്കിൽ യേശുക്രിസ്തു എന്ന ശരീരത്തിൽ, യേശുക്രിസ്തു വന്ന പുത്രൻ എന്ന ശരീരത്തിൻ്റെ പാപയാഗത്തിലൂടെ പാപപരിഹാര മാർഗം ഒരുക്കി ഇനി ഈ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തുവാൻ നീതീകരിക്കപ്പെട്ടതാണെന്ന് ദൈവം കണക്കിടുന്ന പ്രകാരമാണ് നമ്മളോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അല്ലാതെ ഭൂമിയിൽ കാണുന്ന ഈ പുരോഹിതന്മാരെല്ലാം പറയുന്നു പിതാവ് പുത്രൻ എന്ന് ഉപയോഗിച്ചപ്പോൾ, പിതാവല്ല നമുക്ക് വേണ്ടിയിട്ട് യാഗമായത്, പുത്രൻ എന്ന ശരീരമാണ്. പരിശുദ്ധാത്മാവല്ല നമുക്ക് വേണ്ടി യാഗമായത്, പുത്രൻ എന്ന ശരീരമാണ്. അതുകൊണ്ടാണ് ആ പുത്രന് നൽകിയ നാമം കർത്താവായ യേശുക്രിസ്തു. ആരുടെ? ഈ അകത്ത് വന്ന ആത്മാവിൻ്റെ നാമം ഈ ജഡശരീരത്തിനും കൊടുത്തു. നമുക്ക് യോഹന്നാൻ നേരത്തെ നമ്മൾ പറഞ്ഞു, ജോൺ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ജോൺ എന്ന ശരീരത്തോടു കൂടി വന്നു നിന്നുമ്പോൾ ജോണിനെ, ഈ ശരീരത്തെ ജോൺ എന്ന് തന്നെ അറിയപ്പെട്ടിരുന്നു, ശരീരത്തെ, ജഡത്തെ. പക്ഷെ ജോൺ പോയപ്പോൾ ജോണിൻ്റെ ബോഡി എന്നായി. അതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരം, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ ഈ ബോഡി ഇപ്പോൾ ദൈവിക ഇടത്തിലാണ്, സ്വർഗീയ ഇടത്തിലേക്കാണ്. ദൈവത്തിൻ്റെ ആ പുത്രൻ ഇപ്പോൾ ഇവിടെ ദൈവസന്നിധിയിലാണ്. ദൈവത്തിൻ്റെ വലതു ഭാഗത്തെന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിൽ തൊട്ട് വലതു ഭാഗത്ത് യേശുക്രിസ്തു ഇരിക്കുന്നു എന്നല്ല. യേശുക്രിസ്തു എന്നത് ആത്മാവാണ്. ആ ശരീരത്തെ മുകളിലേക്ക് എടുത്തിട്ട്, വചനം കൊണ്ട് ഉളവാക്കിയ ശരീരത്തെ മുകളിലേക്ക് എടുത്തിട്ട് അകത്തിരുന്ന ആത്മാവ് ഇപ്പോൾ ഭൂമിയിൽ ഇവിടെ നിൽക്കുന്നു. അതാ യേശു പറഞ്ഞത്, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഈ നിങ്ങളാരാ? ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് ഈ പാപശരീരം, ഈ കർത്താവായ യേശുക്രിസ്തു എന്ന പാപപരിഹാര മാർഗം യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു, യേശുക്രിസ്തുവിനോട് കൂടെ അടക്കി, യേശുക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച് ഇരുന്ന ആ പാപപരിഹാര മാർഗം ഒരുക്കിയ, അല്ലെങ്കിൽ അതിലൂടെ മോചിക്കപ്പെട്ട നിങ്ങളാണ് വേർതിരിക്കപ്പെട്ടവർ, ചെറിയ കൂട്ടം. നിങ്ങളോ എന്നെ കാണും, ലോകം കാണുകയില്ല. ലോകത്താണ് യേശു വിത്ത് വിതച്ചത്. ഈ കാണുന്ന സഭകളിൽ, ലോകം വയൽ, അത് സഭ, രണ്ടും കൊയ്ത്തോളം നിറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ സഭകളിലാണ്. അതാണ് ലോകം. അവർക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് വെളിപ്പാട് ഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സംഘടനാ സഭ വിട്ട് പുറത്തേക്ക് കളപ്പുരയിൽ കളപ്പുരയിലേക്ക് ശേഖരിക്കും. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ വളരെ കൂടുതൽ ആത്മീക മർമ്മങ്ങൾ പഠിപ്പിക്കുന്നത്.
അങ്ങനെ ഇപ്പോഴാണ് ദൈവപുത്രൻ്റെ ശുശ്രൂഷ. ഒന്നാമത്തെ സഭാകാലം മുതൽ കർത്താവ് വരുന്നത് വരെ ദൈവപുത്രൻ്റെ ശുശ്രൂഷയാണ്. അതിനുമുമ്പ് മനുഷ്യപുത്രൻ പ്രവാചക ശുശ്രൂഷയായിരുന്നു. ദാവീദിൻ്റെ വേരും വംശവുമായി ജനിച്ചു വന്നാണ് ദാവീദ് പുത്രൻ. ഇതിൻ്റെ വിശദീകരണം ധാരാളമുണ്ട്, ഇപ്പോൾ ചുരുക്കി പറയുകയാണ്. അപ്പോൾ ദാവീദ് പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, ഇത് മൂന്നും ശരീരത്തിൽ ഉള്ള പ്രവൃത്തിയാണ്. ദാവീദ് പുത്രൻ ദൈവം ആ ശരീരത്തിലൂടെ ദാവീദിൻ്റെ വംശത്തിലും ഗോത്രത്തിലുമുള്ള കന്യകയുടെ നിന്ന് ഉരുവാക്കിയെടുത്ത ജഡത്തിൽ ജനിച്ചു വന്നതാണ് ദാവീദിൻ്റെ പുത്രൻ. ആ ജഡശരീരത്തിലൂടെ നടന്നതാണ് മനുഷ്യപുത്രൻ എന്ന പ്രവാചക ശുശ്രൂഷ. അവിടെയും വേറെ വ്യക്തിയില്ല. ജഡത്തിലൂടെ ശരീരത്തിലൂടെയാണ് ആത്മാവായ ദൈവം, ഒരേ ഒരു വ്യക്തി. ഈ ജഡശരീരത്തെ മുകളിലേക്ക് എടുത്ത് ദൈവസന്നിധിയിൽ വെച്ച് ഇപ്പോൾ ദൈവപുത്രനായിട്ട് ഈ ശരീരം, ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന ആ ശരീരത്തെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വെളിപ്പെടുത്തി. അത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവായി അകത്തിരുന്ന ദൈവം പരിശുദ്ധാത്മാവായി ഇവിടെ ശുശ്രൂഷിക്കുന്നു. നോക്കൂ, 3 പിശാച് പഠിപ്പിക്കുന്നു. സാത്താൻ മുഴുവൻ ലോകത്തെയും പുരോഹിതന്മാരെയും തെറ്റിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക, 3 ഇല്ല. ഈ യേശുക്രിസ്തു തന്നെയാണ് ശരീരത്തിൽ വെളിപ്പെട്ടത്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത്. പണ്ട് അഗ്നിസ്തംഭമായി വെളിപ്പെട്ടത്. പണ്ട് അഗ്നിസ്തംഭം വെളിപ്പെട്ടപ്പോൾ ഗോഡ് എബോവ് അസ്, അന്ന് അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് തലയ്ക്കുമ്പോൾ നിന്ന് അഗ്നിസ്തംഭമായി വെളിപ്പെട്ടു. അതേ ദൈവം ഈ ജനത്തിൻ്റെ പാപപരിഹാര മാർഗം ഒരുക്കുന്നതിന് ഒരു ശരീരത്തിലായി ഇവിടെ വന്നപ്പോൾ ദൈവം നമ്മോടുകൂടെ, ഗോഡ് വിത്ത് അസ്, ഒരേ ഒരു ദൈവം ജഡത്തിൽ വന്നു. ദൈവം ജഡത്തിൽ വന്നു, യേശുക്രിസ്തു ജഡത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ശരീരത്തെ സ്വർഗീയടങ്ങളിലേക്ക് എടുത്തതിന് ശേഷം ഈ ശരീരത്തിനകത്തിരുന്ന അതേ ആത്മാവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളിൽ വന്ന് ഇപ്പോൾ ഗോഡ് ഇൻ അസ്, ഗോഡ് എബോവ് അസ്, ഗോഡ് വിത്ത് അസ്, ഗോഡ് ഇൻ അസ്, ഒരേ ഒരു ദൈവം. നോക്കൂ, യേശുക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞാൽ ശരീരമാണ് ജനിച്ചത്. മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പാപപരിഹാര മാർഗമൊരുക്കിയ ശരീരമാണ് മരിച്ചത്. യേശുക്രിസ്തു അല്ല, അത് വെളിപ്പാടിനാൽ ശരീരമാണ് മരിച്ചത്. ആ ശരീരമാണ് നമുക്ക് വേണ്ടി യാഗമർപ്പിച്ചത്. കർത്താവ് നിങ്ങളെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾക്കിതിൻ്റെ ആൻഡറിൽ വന്ന് കമൻറ്റ് പാസ്സാക്കിയാൽ അവിടെ ചോദിക്കാവുന്നതാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചർച്ചയ്ക്ക് താല്പര്യം ഉള്ളവർ വാട്സപ്പിൽ വരിക. വേറെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ വരാൻ താല്പര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആർക്കും താല്പര്യമില്ല. ഓക്കെ, കർത്താവ് നിങ്ങളെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കെ ബ്രദർ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.